നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ വരും മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിലുള്ള കാറ്റിന്റെയും പൊടിക്കാറ്റിന്റെയും അകമ്പടിയോടെ മക്ക പ്രവിശ്യയിൽ മക്ക, തായിഫ്, ജിദ്ദ, ലൈത്ത്, ബഹ്റ, ജുമൂം, അൽ കാമിൽ, അദം, അൽ അർദിയാത്ത്, മൈസാൻ, ഖുലൈസ് എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. 2 ദിവസം മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. മക്ക പ്രവിശ്യയിൽപ്പെട്ട തുർബ, അൽമോയ, അതുപോലെ അൽ ഖുർമ, റനിയ, അതുപോലെ ഖുൻഫുദ എന്നിവിടങ്ങളിൽ ബുധൻ മുതൽ വെള്ളി വരെ ഇത്തരം ശക്തിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. മദീന പ്രവിശ്യയിൽപ്പെട്ട മദീന, മഹ്ദുദ്ദഹബ്, അൽ ഹാനാക്കിയ, ഖൈബർ, അൽ ഉല, വാദി അൽ ഫറ എന്നിവിടങ്ങളിൽ നാളെ വൈകിട്ട് മുതൽ വ്യാഴം വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ മഴ പെയ്യാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. മദീന പ്രവിശ്യയിൽപ്പെട്ട യാംബു, അൽ ഐസ്, അതുപോലെ ബദർ എന്നിവിടങ്ങളിലും ഇന്നു മുതൽ വ്യാഴം വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം കുവൈറ്റിൽ അടുത്ത ദിവസങ്ങളിൽ മിന്നലോടുകൂടിയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ മിക്കയിടങ്ങളിലും മഴ അനുഭവപ്പെട്ടിരുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മഴ പെയ്തേക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ശനിയാഴ്ച രാവിലെ ആകാശം മൂടിക്കെട്ടിയ നിലയിലായിരുന്നു. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. രാത്രി താപനില 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയെത്തും. രാജ്യത്ത് കുറഞ്ഞ താപനില വരും ദിവസങ്ങളിൽ തുടരുന്നതാണ്. രാജ്യത്ത് വരും ദിവസങ്ങളിൽ അസ്ഥിരമായ കാലാവസ്ഥ തുടരാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടുന്നതിനാൽ ചൂട് പകരുന്ന വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടതെന്ന് അധികൃതർ അറിയിച്ചു. അടുത്ത ദിവസങ്ങളിൽ പരമാവധി താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആകും. കുറഞ്ഞ താപനില 11 ഡിഗ്രി സെൽഷ്യസുമായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. മൂടൽമഞ്ഞും മഴയും ദൂരക്കാഴ്ച കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അതുപോലെ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ 112 എന്ന നമ്പറിൽ വിളിക്കാൻ മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.